നീ എന്തു പറഞ്ഞ സമ്മതിപ്പിച്ചത്? എന്ത് സമ്മതിപ്പിച്ചെന്ന്? അമ്മ എന്തിനെ പറ്റി സംസാരിക്കുന്നെ? മനസ്സിലായില്ല. രവിവർമ്മ സാർ വരുമെന്ന് സംസാരിക്കുമെന്ന് നീ പറഞ്ഞിരുന്നു. വന്നതുമില്ല, സംസാരിച്ചതുമില്ല. അതെന്തായിന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അമ്മേ. ഫോൺ വിളിച്ചിട്ട് സാറ് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായില്ല ഒന്നും. അപ്പോ നീ അങ്ങോട്ടൊന്നും സംസാരിച്ചില്ലേ? സംസാരിച്ചു, പക്ഷെ വരാത്ത കാര്യം എന്താണെന്ന് സാറ് പറഞ്ഞില്ല. ഇനിയും സമയം വേണമെന്ന് മാത്രമാ പറയുന്നത്, വേറൊന്നും പറഞ്ഞില്ല ഇതുവരെ. സമയം വേണമെന്ന് പറഞ്ഞാ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? മായ പറയും പോലെ ഇത് ശരിയായ ബന്ധം തന്നെയാണോ എന്ന് സംശയമുണ്ടല്ലോ. അല്ലെങ്കിൽ സാറ് കൃത്യമായിട്ടൊന്നും പറയാത്തതെന്താ? ഇവളോട്ട് ചോദിക്കാനും പോകുന്നില്ല. ആലോചിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്തെടുക്കുകയാണല്ലോ. സരോജം, കാപ്പി എടുത്തേക്ക്. ആ നീ കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട. ഞാൻ അമ്പലത്തിൽ പോവാ. ഒരു നേർച്ചയുണ്ട്, പിന്നെ കഴിക്കും. അമ്പലത്തിൽ പോയിട്ട് വിശന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നിയമമൊന്നുമില്ല സരോജം. നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ദൈവം നിന്നെ ശൂലം എടുത്ത് കുത്തൊന്നുമില്ല. ദേ, വായി തോന്നി പറയരുത്. നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. രാവിലെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഡീ, കഴിഞ്ഞ എണീറ്റ് പോടി. നീ എന്താടി രാവിലെ ഞങ്ങളോട് ചൂടാവുന്നേ? ഞങ്ങളെന്താ അപരാധം ചെയ്തു? ഭക്ഷണം കഴിച്ചിട്ട് അമ്പലത്തിൽ പോന്ന് പറഞ്ഞത് വലിയ തെറ്റാണോ ഇപ്പോ? ഏയ് ഇപ്പൊ കാര്യം പിടികിട്ടി. സാമ്പാറിന് എരിവ് കൂടുതലാ. അതിന് ഞാൻ വഴക്ക് പറയാതിരിക്കാൻ മുൻകരുതലായിട്ടാ ഈ ചൂടാവല്. നിന്റെ ടെക്നിക് ഉഗ്രൻ.
വീട്ടുകാരുടെ വാക്ക് കേട്ട് ആ പയ്യനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു മാഡം. 20-22 വയസ്സേ പ്രായമുള്ളൂ. അയാൾക്ക് 46. പെണ്ണും കൊള്ളാം ആണും കൊള്ളാം, നല്ല ജോഡി. ഇതോടെ അവളുടെ ഭാവി കട്ടപ്പുകയായില്ലേ? രാജനന്ദിനി മരണപ്പെട്ടതുപോലെ ശ്രീലക്ഷ്മിയും മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? മാറി നിൽക്കാൻ, എന്റെ മുന്നിൽ നിന്ന് മാറാൻ. ഞാൻ കാരണം നിനക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവൂ, അത് തനിക്ക് നന്നായിട്ട് അറിയാം. അതറിഞ്ഞിട്ടും താൻ പിന്നെ പിന്നെ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? ഒന്ന് മാറിപ്പോവട്ടെന്ന്. പോകാനല്ലേ പറഞ്ഞത്? പോകാൻ! ഞാനിനി എവിടേക്കാ സർ പോകേണ്ടത്? ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയെന്ന എന്റെ വിചാരം. നീണ്ട 25 വർഷം വലിയൊരു കാലയളവാ. ഇനിയും പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ ഇനിയും ലേറ്റ് ആയി പോവും സർ. സർ, സാർ ഇപ്പൊ കൂടുതലൊന്നും ചിന്തിക്കരുത്. വയസ്സ് എനിക്കൊരു വിഷയമേ അല്ല. സാറിന്റെ കൂടെ ഞാൻ എത്ര നാള് ജീവിക്കുന്നോ അത്രയും നാൾ എനിക്ക് 100 ജന്മത്തിന് സമമായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതമാണിത്. എന്നിലാരും അടിച്ചേൽപ്പിക്കുന്നതല്ല. വേണ്ട, മതിയാക്ക്. താൻ ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളെ പറയുള്ളെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. യു ക്യാൻ ഗോ നൗ. പ്ലീസ് ലീവ്. ഓ, അത് ശരി. അപ്പൊ ഞാൻ പറയുന്നത് വിഡ്ഢിത്തമാണല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ 20 വർഷം രാജനന്ദിനി ഓർത്ത് സമയം പാഴാക്കിയില്ലേ? അതിനെ സാർ എന്ത് വിളിക്കും? അത് മാത്രമാണോ പ്രണയം? അത് പ്രണയാണെങ്കിൽ എന്റേതും പ്രണയം തന്നെയാ. ഞാൻ ചെയ്യുന്നത് വിഡ്ഢിത്തരമാണെങ്കിൽ അതിനെയും വിഡ്ഢിത്തരെന്ന് വിളിച്ചേ പറ്റൂ. ശരി, ആയിക്കോട്ടെ. താൻ പറഞ്ഞതിന് എല്ലാം കൈകൂപ്പി ക്ഷമ ചോദിച്ചിരിക്കുന്നു. കാരണം ഞാൻ എന്ത് പറയാൻ വന്നാലും തൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഓരോ ഉത്തരങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തമ്മിലൊരു സംസാരം ഇനി വേണ്ട. താൻ എന്നോടും സംസാരിക്കുന്നില്ല, ഞാൻ തന്നോടും സംസാരിക്കുന്നില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ താനും ഞാനും എല്ലാം മറക്കും. മറന്നേ പറ്റൂ. ഈ ലോകത്തെ സഫലമായ പ്രണയങ്ങളെക്കാൾ വിപുലമായ പ്രണയങ്ങളേ ഉള്ളൂ. ഇതും അതിലൊന്നു മാത്രമോ? അതുകൊണ്ട് ഇനി നമ്മളില്ല, നീയും ഞാനും മാത്രം. ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുക. നിനക്ക് പോകാൻ പറഞ്ഞില്ലേ? പോകാൻ!
ബാലമ്മ, എല്ലാരെയും കൂട്ടി അകത്തേക്ക് പൊയ്ക്കോളൂ. ശരി അമ്മേ. അമ്മയും രവിക്കുഞ്ഞും കൂടെ സംസാരിക്കട്ടെ. നിങ്ങൾ അകത്തേക്ക് പൊക്കോളൂ. എന്തിനാ ഈ ദേഷ്യം? ആരെങ്കിലും നഷ്ടപ്പെടുവോന്നുള്ള ഭയമുണ്ടോ നിനക്ക്? ആരെ നഷ്ടപ്പെടാൻ? അങ്ങനൊന്നും ഇല്ലെന്നേ. നഷ്ടപ്പെടേണ്ടത് എപ്പോഴായാലും നഷ്ടപ്പെട്ടില്ലേ പറ്റൂ. അതിന്റെ വിധി അങ്ങനെ. നീ തല കുനിച്ച് ഇങ്ങനെ മുഖം തരാതെ സംസാരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ദേ, എന്റെ മുഖത്ത് നോക്കി സത്യം പറ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമെന്താ? പ്രശ്നമൊന്നുമില്ലമ്മേ. ബാലന്മാനും രഘുവെല്ലാം കൂടി അമ്മയെ വെറുതെ വിളിച്ചു വരുത്തിയതാ. വിളിച്ചു വരുത്താൻ ഞാനെന്താ അന്യായ സ്ത്രീയാണോ? ഞാനാണ് ഈ വീടിന്റെ ഗ്രഹനാഥ, നീ എന്റെ മകനും. വളരെ നാളായി ക്ഷണിക്കുന്നതുകൊണ്ടും അമ്പലത്തിൽ സപ്താഹം നടക്കുന്നതുകൊണ്ടും വലിയമ്മാവന്റെ വീട് വരെ ഞാനൊന്ന് പോയി. ആ ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ നീ ഇവിടെ കാണിച്ചു കൂട്ടിയ തോന്നിവാസം ഒന്നും നടക്കില്ലായിരുന്നു. തോന്നിവാസോ? അതെ, തോന്നുന്നതൊക്കെ തോന്നിയതുപോലെ ചെയ്യുന്നതിന് അങ്ങനെയാ പറയുന്നത്. നീ ഇപ്പൊ ചെയ്യുന്നതും അത് തന്നെയാ. അല്ലെങ്കിൽ ആര് പറഞ്ഞു കമ്പനിയുടെ ചുമതല മുഴുവൻ രഘുവിന്റെ ചുമതല കെട്ടിവെക്കാൻ? ആര് പറഞ്ഞിട്ട്? ആരോട് ചോദിച്ചിട്ട്? ആരെ ബോധ്യപ്പെടുത്താൻ? അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം അമ്മയ്ക്ക് ബുദ്ധിമുട്ടായെന്ന് മനസ്സിലായി. അമ്മയ്ക്ക് മാത്രമല്ല, എന്റെ കൂടെയുള്ളവർക്കെല്ലാം ഞാൻ കാരണം വേദന മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ കാരണം എല്ലാവരുടെയും ജീവന് പോലും ഭീഷണിയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് മാറി നിൽക്കാം എന്നിൽ നിന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരാൾ മാറിയാൽ മതി. നിങ്ങളെല്ലാവരും സേഫ് ആയിക്കോളൂ. ഞാൻ പോവാ ഇന്ന് തന്നെ. രവി, നിക്ക്. നീ ഒരിടത്തും പോകുന്നില്ല. പോകാൻ ഞാൻ വിടില്ല. ഇപ്പൊ നിനക്ക് എന്തു പറ്റിയെന്ന് മാത്രം പറഞ്ഞാ മതി. പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എത്രത്തോളം അകന്നു നിൽക്കുന്നോ അത്രത്തോളം നല്ലത് എല്ലാവർക്കും. അത് നിന്റെ തോന്നൽ മാത്രമാ. ഇപ്പൊ ഇവിടെ ആർക്ക് എന്താ പറ്റിയത്? വേദന, ഭീഷണി, സുരക്ഷ എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. നോക്ക്, നീ കാരണം ഇവിടെ എത്ര പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് നിനക്കറിയുമോ? എത്ര പേർക്ക് ജീവിതം കിട്ടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അവരെയെല്ലാം അനാഥമാക്കി നീ അകന്നു പോയാൽ? അതിനും ഞാൻ രഘു അല്ല രവി. നിന്റെ മനസ്സല്ല അവന്, നിന്റെ ബുദ്ധി അവനില്ല. നീ കഷ്ടപ്പെട്ട് ഒരു കൊട്ടാരം നിർമ്മിച്ചെടുത്താൽ അവൻ അതിന്റെ തൂണുകൾ ഓരോന്ന് വലിച്ചെടുത്ത് തകർത്ത് കളയുകയുള്ളൂ. രഘു അല്ല രവി. ബുദ്ധി കൊണ്ട് അവനൊരു കൊച്ചുകുട്ടിയായിപ്പോഴും. നീ ഒരു പക്വത വന്ന ബിസിനസ്മാനും. എന്ത് കാരണം പറഞ്ഞാലും എവിടെയെങ്കിലും ഒളിച്ചോടിപ്പോയി ഒരു ബിസിനസ് സാമ്രാജ്യം തകർക്കണോ നിനക്ക്? തകർക്കണോന്ന്?
രവി നിക്ക്. നോക്കു മോനെ, കുറച്ചു കാലമായി ഇടയ്ക്കിടയ്ക്ക് നിനക്കുള്ള സ്വഭാവമായി ഇത്. പെട്ടെന്നൊരു നിരാശ നിന്നെ ബാധിക്കും, ഒരു ഡിപ്രഷൻ. അത് മാറണം. അതിനൊരു വഴിയേ ഉള്ളൂ. ദയവ് ചെയ്ത് എല്ലാ ഭാരവും കൂടി എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റ. അപ്പൊ കിട്ടും പകുതി സമാധാനം. പിന്നെ വേണ്ടത് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കല. ഇനിയെങ്കിലും നീ എന്നോട് പറ, എന്താണ് നിന്നെ ഭരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം? എന്തിനാ നീ ഇത്ര വിഷമിക്കുന്നേ? സോറി അമ്മ, ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. ഐ എം സോറി. അമ്മ ക്ഷമിക്കണം. രവി അവിടെ നിൽക്ക്. രവി, ശരി, നീ ഇങ്ങനെ ഒന്നും പറയാതെ പോവുകയാണെങ്കിൽ ഞാൻ സ്വയം എടുക്കാൻ പോകുന്ന ചില തീരുമാനങ്ങളുണ്ട്. അത് നിനക്ക് സമ്മതിക്കേണ്ടി വരും. അതിനെ ധിക്കരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയെങ്കിലും ഞാനായിട്ട് ചിലത് തീരുമാനിച്ചേ പറ്റൂ, ഉടനെ തന്നെ. ഇത് രവി സാറിന്റെ അമ്മയാണല്ലോ. ഹലോ അമ്മേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. വെരി വെരി ഗുഡ് മോർണിംഗ്. എത്ര നാളായി അമ്മയുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട്? ഞാനും ഓർത്തു നിന്നോട് സംസാരിച്ചിട്ട് കുറെ നാളായല്ലോ എന്ന്. എന്തായാലും നിന്റെ ഗുഡ് മോർണിംഗ് കേട്ടപ്പോ തന്നെ ഒരു ഉണർവ് കിട്ടിയതുപോലെ ആയി എനിക്ക്. ഇവിടെ ചിലരാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട നിരാശയിലാ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. അത് കണ്ടാൽ തന്നെ ബാക്കിയുള്ളൊരു മൂഡ് ഓഫ് ആകും. അല്ല മോളെ, നിന്റെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അച്ഛനും അമ്മയും എന്തു പറയുന്നു? എല്ലാരും സുഖായിരിക്കുന്നു അമ്മേ. അവിടെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അതെ, ദൈവാനുഗ്രഹം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളത് മാനസിക പ്രശ്നങ്ങളാ. ആ അല്ല മോളെ, അച്ഛനും അമ്മയും വീട്ടിലുണ്ടോ ഇപ്പോ? നീയും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അയ്യോ അമ്മേ, ഞാൻ ജസ്റ്റ് ഇപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തു പറ്റി ചോദിക്കാൻ? ഒന്നും പറ്റിയിട്ടല്ല, വെറുതെ എനിക്ക് അങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നി. ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു സംസാരിക്കാൻ. അയ്യോ അമ്മേ, വീട്ടിൽ അച്ഛനിപ്പോ കടയിൽ പോവല്ലോ. അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോണെന്നും പറയുന്ന കേട്ടു. ഞാൻ ഓഫീസിലേക്കും ഇറങ്ങി. അതിപ്പോ നമുക്ക് മാറ്റി വെക്കാൻ നോക്കാം. അമ്മ എപ്പോ വരുമെന്ന് പറഞ്ഞാ ഞാൻ അവരോട് പറയാൻ വെയിറ്റ് ചെയ്യാൻ. ഒപ്പം ഞാനും ലീവ് എടുത്ത് കാത്തിരിക്കാം. അമ്മ പറഞ്ഞോളൂ എപ്പോഴാ ഇങ്ങോട്ട് ഇറങ്ങുന്നതെന്ന്.